മാറ്റിസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് +1 എക്കണോമിക്സിൽ പബ്ലിക് എക്സാം എഴുതുന്നവർക്കും അതുപോലെ തന്നെ +1 എക്കണോമിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഉണ്ടല്ലോ, അതിലെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതൊറ്റ വീഡിയോ ആയിട്ട് തന്നെയാണുള്ളത്. ഞാൻ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കയറി കണ്ട് നോക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. കാരണം ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് അതിലാണ് വരുന്നത്. ഇന്ന് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ മുതലാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് ഇന്ത്യൻ എക്കോണമി എത്രയൊന്ന് ഫിനിഷ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇപ്പോൾ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലീഷിലും ഇതിൽ അത്യാവശ്യം ടോപ്പിക്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതുകൂടി ഇംഗ്ലീഷുകാരുടെ കാര്യം കൂടി മീൻസ് ഇംഗ്ലീഷ് ടോപ്പിക്സ് കൂടി പറയുന്നുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ 6ാമത്തെ ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത് ഗ്രാമവികസനം. ഇംഗ്ലീഷ് നമുക്ക് എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. റൂറൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് ആദ്യം പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതിയാവും. അങ്ങ് സ്കിപ്പ് ചെയ്ത് മാറ്റണ്ട. പക്ഷേ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ ആദ്യത്തെ പോർഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് വെക്കുക. ഈ നബാർഡ് ഉണ്ടല്ലോ, നബാർഡിൻ്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, സോ റൂറൽ ബാങ്കിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം, കാർഷിക വിപണന മേഖല എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പല PYQസിലും കണ്ടിട്ടുണ്ട്. ഇതൊരു ഷോർട്ടസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നിങ്ങൾക്ക് ഇതിനിടയിൽ വൈറ്റ് റവല്യൂഷനെ പറ്റി പഠിക്കാനുണ്ട്. മീൻസ് ധവള വിപ്ലവത്തെ പറ്റിയിട്ട്. അതിനെ തന്നെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അത് എല്ലായ്പ്പോഴും വൺ വേർഡിന് ചോദിക്കാറുണ്ട്, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത്. ഓക്കെ, ഏതാണ്? വൈറ്റ് റവല്യൂഷനാണ് അല്ലേ. മിൽക്കിൻ്റെ മീൻസ് പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ വൈറ്റ് റവല്യൂഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. മീൻസ് അതൊരു വൺ വേർഡ് കണക്കാക്കി എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പല കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഹോർട്ടിക്കൾച്ചറിനെ പറ്റി, ഫിഷറീസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ, ഒരു വൺ വേർഡ് ടൈപ്പ് ആ ഒരു രീതിക്ക്. പിന്നെ അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് അടുത്ത് തന്നെ വേറൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്നുള്ളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജൈവ കൃഷി കേട്ടോ. ഓർഗാനിക് ഫാമിംഗ് നമുക്ക് മസ്റ്റായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് കഴിഞ്ഞ വർഷത്തെ പേപ്പറിലും കണ്ടായിരുന്നു, അതോ എൻ്റെ മുന്നത്തെ ആണോ എന്നറിയില്ല. ഏതായാലും ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ എന്താണ് അത് നിങ്ങൾ പഠിക്കുക. ജൈവ കൃഷിയെ പറ്റി അതിൻ്റെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. അത് നമുക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് 7ാമത്തെ പാഠം. ഏതാണ്? തൊഴിൽ വളർച്ചയും അനൗപചാരിക വത്കരണവും മറ്റ് പ്രശ്നങ്ങളും അല്ലേ. അതായത് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന നമ്മുടെ 7ാമത്തെ ചാപ്റ്ററാണ് നെക്സ്റ്റ്. ഇതിൽ ആദ്യത്തെ പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. ഓക്കെ, ജസ്റ്റ് കാര്യം എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഫുള്ളി സ്കിപ്പ് ചെയ്യേണ്ട, പക്ഷേ ജസ്റ്റ് കാര്യം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പിക് ഉണ്ട്, ഗ്രോത്ത് ആൻഡ് ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ച് വെച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, ദെൻ ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്, അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടത് അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഈസ് തൊഴിലില്ലായ്മ. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ആൻഡ് ഓൾസോ അൺഎംപ്ലോയ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് നിങ്ങൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, സർക്കാരും തൊഴിൽ സൃഷ്ടിയും. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് അടുത്ത് വരുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്. ഇതിനിടയ്ക്കുള്ള ഒരു ചാപ്റ്റർ കട്ടാണല്ലോ. ഓക്കെ, അപ്പം അടുത്ത് വരുന്ന ചാപ്റ്റർ ഇതാണ് പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് എൻവിയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ കേട്ടോ. ഇംഗ്ലീഷിൽ എൻവിയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. ഇതിൽ ആദ്യമേ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് എൻവിയോൺമെൻറ്റ്, അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്, ഫങ്ഷൻസ് പറയുന്നുണ്ട്. പരിസ്ഥിതി എന്താണ്, നിർവചനവും ധർമ്മവും. ഓക്കെ, ഇതിൽ ഈ ഫങ്ഷൻസ് ഓഫ് ദി എൻവിയോൺമെൻറ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ. ഓക്കെ, കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടും എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഷോർട്ടസ്റ്റ് ലെവലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് എന്താക്കുക, നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ,
പിന്നെ ദേ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മീൻസ് ആ ഒരു ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു എസ്സേ ടോപ്പിക്കാണ് 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോർട്ട് എസ്സേയുടെ സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനീഷൻസ് ഒക്കെ ആദ്യം പലരും പറഞ്ഞിട്ടുള്ള ഡെഫിനീഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വരിക. ആൻഡ് എന്ത് ചെയ്യുക, ഇതുകൂടി പഠിക്കുക. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമുക്ക് എസ്സേക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് രണ്ടും കൃത്യമായിട്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഓക്കെ, എല്ലാം കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പോവുക. അത് നമുക്ക് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഇത് രണ്ടും നോക്കി പഠിച്ചിട്ട് പോയാൽ മതി. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. ബാക്കി ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണ്, ഫങ്ഷൻസ് ഓഫ് ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ആൻഡ് ഓൾസോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്താണ്, അതിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഓക്കെ, അതുകൂടി നിങ്ങൾ നോക്കുക. അതെല്ലാം ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ടോപ്പിക്കാണെന്ന് പറയാം. നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യയുടെ വികസനാനുഭവങ്ങൾ അയൽ രാജ്യങ്ങളുമായി ഒരു താരതമ്യം എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾക്ക് എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത്, കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണ് കേട്ടോ. മീൻസ് ഇന്ത്യൻ എക്കോണമിയിലെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ്. സോ ഇതിനകത്ത് നമുക്ക് എന്താക്കാനുണ്ട്, ഇത് ഒത്തിരി കാര്യങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളൂ. ഇതിന് മെയിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക എന്താണ് കാര്യം എന്നുള്ളത്. ഇവിടെ ഇങ്ങനൊരു ടോപ്പിക് ഉണ്ടോ, ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്, ജനസംഖ്യാ സൂചികകൾ. ഓക്കെ, ഇത് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. അതായത് പല രാജ്യങ്ങളുടെ, ഇപ്പം ബേസിക്കലി നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഈ 3 രാജ്യങ്ങളെയും പറ്റിയിട്ടാണല്ലോ മൊത്തത്തിൽ കമ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട്, വികസന തന്ത്രങ്ങൾ. അതായത് ഇവിടെ നമുക്ക് ചോദിക്കുന്നത്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒരേപോലെയുള്ള സിമിലാരിറ്റീസ് ഉള്ള കുറേ വികസന തന്ത്രങ്ങളുണ്ട്, ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 3 ബേസ് ചെയ്തിട്ട് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചൈനയുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി എന്താണ് അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഒരു ഷോർട്ടസ്റ്റ് ലെവലിലാണ്. ഓക്കെ, എസ്സേക്കൊന്നും വന്നിട്ടില്ല. അപ്പം ജസ്റ്റ് എന്താണെന്നുള്ളത് ആ ഒരു കാര്യമാണ് ഇതിൽ ബേസിക്കലി. നിങ്ങൾ ഈ ചാപ്റ്റർ ഫുള്ളി ഒന്ന് വായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക. ആൻഡ് ആ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസും എന്താണെന്നുള്ളത് കൂടി കുറച്ചൊന്ന് സ്ട്രെസ്സ് കൊടുത്ത് എന്താക്കുക, വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് നോക്കുക കേട്ടോ. ഈ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാണ്ടൊന്നും ഇരിക്കില്ല, ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അത് 3 രാജ്യങ്ങളുടെയും മനസ്സിലാക്കിയിട്ട് പോവാം കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് പറയുന്നത്. കാരണം ഇതോടുകൂടി ഇന്ത്യൻ എക്കോണമി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഉറപ്പായിട്ടും നാളെ തന്നെ അപ്ലോഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു എക്കണോമിക്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞ പ്ലേലിസ്റ്റിലായിരിക്കും ആഡ് ചെയ്ത് ഇടുന്നുണ്ടാവുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കണ്ട് നോക്കുക. ഇതിന് മുന്നേ ഉള്ള 5 ചാപ്റ്റേഴ്സ് അതിലാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി ആകുമ്പോൾ എക്കണോമിക്സ് കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പോൾ അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടി, നിങ്ങളുടെ പൊളിറ്റിക്സിൻ്റെ വീഡിയോ നമ്മൾ ഫുൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതും ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. കയറി നോക്കുക, പ്ലേലിസ്റ്റിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്സിൻ്റെ ഫുള്ളായിട്ട് കേട്ടോ. ഇനി ഹിസ്റ്ററി കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. ഹിസ്റ്ററി നമ്മൾ ഉടനെ ഈ എക്കണോമിക്സ് ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹിസ്റ്ററിയുടെ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.